രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ മുൻപ് പ്രോവിഡൻസിലായിരുന്ന സമയത്ത് വോളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഓർമ്മ പുതുക്കാൻ കൂടെ വന്നിട്ടുള്ളതാണ് അല്ലേ? അതെ. സോ ഗായ്സ്, നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ജനസാഗരങ്ങളാണുള്ളത്. ഇവിടെ എൻട്രൻസ് ആകെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം പ്ലാസ്റ്റിക് വിമുക്ത കേരളമാണല്ലോ നമ്മളെല്ലാവരും മുന്നിൽ കാണുന്നത്. അതുപോലെ ഈ ഒരു വലിയ ബുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. എല്ലാവരും വന്ന് പിക്സൊക്കെ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വെറൈറ്റി ആയിട്ടുണ്ട്. So if you're forced to earn money, please do that. Don't dismiss it. That's your responsibility. But don't make it your life's goal to become the employee of the month in that job. That's not the job for you. You still explore, but you keep that job in there. എപ്പോഴത്തെയും പോലെ DC ബുക്സിൻ്റെ ഒരു അടിപൊളി സ്റ്റാൾ ഇവിടെ ഉണ്ട്. നമുക്ക് കയറി നോക്കാം. So I said, why not be there? വാവ്, അടിപൊളി. DC ബുക്സ് എന്തായാലും ബിബ്ലിയോഫൈൽസിൽ നിന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട് ഇവിടെ. So I said, why not be there? അമീഷ് ത്രിപതിയുടെ ദി ഗ്രേറ്റ് ശിവ ട്രിലോജി ഒക്കെ ഇവിടെ ഉണ്ട്. മെലോഹ നാഗാസിൻ്റെ ഒക്കെ ഒരു കോപ്പി കയ്യിലുള്ളത് എപ്പോഴും ബിബ്ലിയോഫൈൽസിന് ഒരു അന്തസ് തന്നെയായിരിക്കും. പ്രീതി ഷെനായുടെ ലവ് എ ലിറ്റിൽ സ്ട്രോങ്ങർ ബുക്ക് ഇവിടെ ഉണ്ട്. നല്ല ക്യൂട്ട് ഫ്രണ്ട് കവറാണ്. നമുക്ക് ആർക്കായാലും കണ്ടാൽ എടുത്തിട്ട് വായിക്കാൻ തോന്നും. Don't judge a book by its cover. True that. ഫെസ്റ്റിവലിൽ നിൽക്കുന്ന സമയത്ത് when you look റേഡിയോ മാംഗോയുടെ കിയോസ്ക് അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ തവണത്തെ കോൺടെസ്റ്റ് ജസ്റ്റ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് പലപ്പോഴും പല കരിയറും നമ്മൾ ചൂസ് ചെയ്യുന്ന പല മേഖലകളും പുറത്ത് നോക്കി കാണുമ്പോൾ. സോ ബീച്ചിലായിട്ട് തന്നെ കുടുംബശ്രീ ഫുഡ് കോർട്ടും ഉണ്ട്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. തൊട്ടടുത്തുള്ള സ്റ്റേജിൽ നല്ലൊരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുളകരി, അതുപോലെ പാലട, പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഇവിടെ വളരെ ഹൈജീനിക് ആയിട്ടാണ് ഇവർ അടുക്കള മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു യെസ് ഉണ്ട്, ലൈവ് ദോശയൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് ദോശ. ആഹാ. പുട്ടുകൾ പലതരം: ചെമ്മീൻ പുട്ട്, ഇറച്ചിപ്പുട്ട്, കപ്പ, മീൻ കറി. ഇവിടെ ലൈവ് ഛായാചിത്രരചന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഖ്യ മാത്രമാണ് ഗവൺമെന്റിന് വരുമാനമായി വരുന്നത്. ബാക്കിയെല്ലാം പരോക്ഷമായി ഈ നാട്ടിലെ സാധാരണക്കാരെ വഞ്ചിച്ചിലേക്ക് പോകുന്നു. അതിന്റെ സമ്മാനത്തുക അവരെ പോകുന്നത് 50 വർഷത്തിന് ഇടയിൽ പണം മുഴുവൻ പോകുന്നത് 60%. Like Bhakti moment is about loving life and live life with love in your heart. And you said about ripping your heart and putting it out there. So what do you think, like you need, like sometimes we need to protect our heart and ourselves. So like how do you put it out there and then find that balance so that you can love life and live with love inside you? You have to learn to love rejection. Once you have learned to love rejection, living the exposed life, the life that is exposed to experience, becomes easier. But if you expect acceptance all the time, remember that even the bhakti poets who experience deep rejection of their poetry, of their quest, of their honesty, of their integrity. They were beaten, they were made to immerse their poems in the river. All kinds of terrible things happened to them, but they moved on.
we must learn in some ways that the world is a buffet, and rejection is part of that buffet, and rejection has Mamang Dai. Any poet here will tell you rejection is a great place to write poetry. Thank you so much. It was mesmerizing listening to you. Thank you so much. So, പേര് രാജലക്ഷ്മി ഫ്രം സിവിൽ സ്റ്റേഷൻ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ DC ബുക്സിന്റെ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു വലിയ കൈയടി കൊടുത്താൽ ആദ്യം തന്നെ. ഓക്കെ, ടൈം കീപ്പർ, നമ്മുടെ ടൈം കീപ്പർ ട്വിങ്കിൾ. ശശി തരൂരിന്റെ ടോക്ക് കാണാനാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പോണേ. Writing books using words as the theme of the book, writing poetry, instructing on poetic forms, and I'm noticing now that you've written a book on aphorisms, you've also done a little resource which is on vocabulary, and you said there's a companion that's coming out. So what do you think, is it what you said in the last hour where you said rather than filling minds we need to form minds? Anyway, I'll let you answer that question. No, I think that the interest is growing in India in all sorts of things. You know, our publishing industry has expanded dramatically. When first books came out in the English language in India, they were all of the so-called Indo-Anglian literature, you know, trying to capture profound insights into the Indian experience in the English language and find a broader readership for them and so on. But then inevitably, I remember giving an interview about 20 years ago, saying that, you know, I would feel that Indian writing in English has really come of age when there are also detective novels and rom-coms and chick lit and all of this kind of stuff, and teenage romances, all also available in English, because people who speak English in India, whatever small percentage it may be of the overall country, they should be able to have access to all of this kind of thing, just as in any other thriving literary environment in other countries, all these forms also flourish. And I'm pleased to say that everything I said in that 25-year-ago interview has turned out to be true. Now that Indians writing detective novels in English, they're writing crime thrillers, they're writing historical fiction, they're writing rom-coms and chick lit and all that sort of stuff. It's all happening. And so I think publishers are also much more receptive to new kinds of books. Therosaurus, for example, was a book that came out of a publisher's idea. And I played along with it because without really seeking this, I got this reputation for being a bit of a, I don't know, word, label, or whatever. And so I thought, all right, I'll do it. And it turned out, in fact, to have a continued appeal to some people, particularly younger people anxious to improve their vocabulary. But I might say to all of you, the best way to improve your vocabulary is just to read and not to mug up words, even from my book. But anyway, so that's all the things happening. And the book of aphorisms was, in some sense, part of that. In every other literary culture, somebody has come up with a book of aphorisms. In Indian English, there haven't been any. And Joseph and I are therefore pioneers of a particular form that perhaps deserved an earlier period. Makes sense, yeah. I mean, my latest book of short stories is talking about idioms. And I addressed some school children yesterday, and many of them, because I didn't know how to say the word idiom in Malayalam. How do you say idiom in Malayalam? Idiom? It is Chollugal. Chollugal is the In Hindi, it would be muhavre. I was explaining to them that it's essentially phrases that are part of our language that are not to be taken literally, but are figurative language. You know, it's a figurative language. So it means something more in your cultural context, and the more you use it, the more you understand it. So you're right. There is a huge a sort of a seeking of minds for that kind of thinking in writing as well. You can't hear me? So that's much better. If you speak into a mic like this, it will travel far. okay. Not written in collaboration. That it's not that Joseph wrote something, said it to me, I said something back and forth. He had done his half. I did my half. We put them both together, and here we are with the book. മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്ന് തരക്കാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തുക. തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യം, നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യം. ഇത് കുറെ കൂടി ഇതിലെ തൊഴിലാളികൾക്കൊരു ജീവിത സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഇതിന്റെ ഏതെങ്കിലും മേഖലകളിലൂടെ. സോ
സോ ഗായ്സ് ഇറ്റ് വാസ് എ ഫൺ ഡേ അറ്റ് KLF. അങ്ങനെ ഞങ്ങൾ കുറേ സെൽഫി ഒക്കെ എടുത്ത് ടാറ്റാ ബൈ പറഞ്ഞ് പിരിഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടേക്ക് കെയർ.